കൊച്ചിയിൽ പുതിയ കൊട്ടേഷൻ ഗ്യാങ്ങിനെ സൃഷ്ടിക്കാൻ നടത്തിയ ഗുണ്ട മീറ്റപ്പ്. അതിൽ നടുങ്ങിയത് പോലീസുകാർ മാത്രമല്ല, കൊച്ചിയെ അടക്കി ഭരിക്കുന്ന ഗുണ്ട തലവന്മാരുമുണ്ട്. ഈ മീറ്റപ്പ് സംഘടിപ്പിച്ച ആഷ്ലിൻ ആരാണ്? ഇയാളുടെ കൊച്ചിയിലേക്കുള്ള വരവിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കളിയിക്കാവിള സ്വദേശിയായ ആഷ്ലിൻ പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയും ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല തട്ടിപ്പുകളും നടത്തിയിട്ടുള്ള ആളുമെന്നാണ് വിവരം. VIP ഗ്രൂപ്പ് എന്ന പേരിൽ മരടിൽ കൊട്ടേഷൻ ഇടപാടുകൾക്ക് വേണ്ടി ഓഫീസ് തുടങ്ങിയത് ആഷ്ലിനാണെന്നും ഇതിന് പിന്നിൽ ലക്ഷ്യമിട്ടത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഇയാളുടെ ആഡംബര കാറിൽ നിന്ന് തോക്കുൾപ്പെടെ പിടിച്ചെടുത്തെങ്കിലും ആഷ്ലിനെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മരട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളിപ്പാടകലെയാണ് കൊട്ടേഷൻ ഇടപാടുകൾക്ക് വേണ്ടി VIP ഗ്രൂപ്പ് എന്ന പേരിൽ ആഷ്ലിൻ ഓഫീസ് തുറന്നത്. അതിന്റെ ഉദ്ഘാടനത്തിന്റെ തൊട്ടു മുൻപ് വരെ പോലീസ് ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതിനിടെ ATS ഗുണ്ടാ മീറ്റപ്പിനെ കുറിച്ച് മണത്തറിഞ്ഞു. പിന്നാലെ മരടിലെ ഹോട്ടലിൽ റെയ്ഡ്. 13 പേരെ പിടികൂടുകയും കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ മീറ്റപ്പ് സംഘടിപ്പിച്ച ഗുണ്ടാ നേതാവ് ആഷ്ലിൻ സ്ഥലത്ത് നിന്ന് മുങ്ങി. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും ആഷ്ലിനെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന് തന്നെ നാണക്കേടായിട്ടുണ്ട്. ആഷ്ലിയുടെ കാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം തോക്ക് കണ്ടെടുത്തിരുന്നു. തോക്കിന്റെ ലൈസൻസ് അടക്കമുള്ളവയെക്കുറിച്ച് അന്വേഷണം നടത്തിയ ശേഷമേ പോലീസ് നടപടികളിലേക്ക് കടക്കൂ. ആഷ്ലിയുടെ കാറിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യാവകാശ കമ്മീഷന്റെ ബോർഡിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ആഷ്ലിക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇയാൾ കേരളം വിട്ടിരിക്കാമെന്നാണ് നിഗമനം. ആഷ്ലി കൊച്ചിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം, അതിനനുമതി ഉണ്ടായിരുന്നോ എന്നടക്കം വിശദമായി അന്വേഷിക്കുന്നുണ്ട്. മരട് സ്റ്റാച്യു ജംഗ്ഷനിലെ 2 ഹോട്ടലുകളിലായി ഗുണ്ടകൾക്ക് പുറമെ സിനിമാ രംഗത്ത് ചിലരും എത്തിയതായി സൂചനയുണ്ട്. ഒരു സിനിമാ കമ്പനിയുടെ ലോഞ്ചിംഗ് പാർട്ടിയാണ് നടന്നതെന്നാണ് സംഘാടകർ നൽകിയ മൊഴി. ഇതിനായി സിനിമാ രംഗത്തുള്ള പല പ്രമുഖരുടെ ഫോട്ടോകൾ വെച്ചുള്ള പോസ്റ്ററുകളും ഫ്ലെക്സുകളും വച്ചിരുന്നു. സിനിമാ കമ്പനി തുടങ്ങി പുതിയ സിനിമ നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഇയാൾ പലരെയും സ്ഥലത്തെത്തിച്ചത്. ആഷ്ലിനും സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.